നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ഒരു ജീവിത ലക്ഷ്യം നേടുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. അപ്രകാരം ഇന്നത്തെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹപ്രദമായ ഫലമായിരിക്കും. അതിനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളിൽ സംഖ്യകളാണ്. അതിൽ ഒന്നാമത്തെ സംഖ്യ 5 എന്ന സംഖ്യയും രണ്ടാമത്തെ സംഖ്യ 10 എന്ന സംഖ്യയുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സഹായത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ 5 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം സത്യസന്ധതയുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതായത് ജീവിക്കുന്ന ഓരോ നിമിഷവും ഏതൊക്കെ രീതിയിൽ നല്ല വ്യക്തമായി അല്ലെങ്കിൽ മറ്റൊരാളെ കബളിപ്പിക്കാതെ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് ജീവിക്കാം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങളിലുണ്ടാകുന്ന കഷ്ടതകളെയും കണ്ണുനീരുകളെയും പ്രയാസങ്ങളെയും ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതെ ജീവിക്കുന്നവർ. അതായത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധിക്കപ്പുറം നിങ്ങൾ ആരോടും നിങ്ങളുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ ഒന്നും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം ഉള്ളിൽ നിങ്ങളുടെ വേദനയൊക്കെ പിടിച്ചു വെച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. ഒന്ന് കണ്ണടച്ച് തന്നെ നിങ്ങളുടെ ഫലങ്ങൾ പറയുകയാണെങ്കിൽ സത്യത്തിൽ ജീവിതത്തിൽ ധാരാളം നശ്വരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഭാഗ്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ തൊട്ട് തീണ്ടിയിട്ടേയില്ല. കുറച്ചൊക്കെ ഈശ്വര അനുഗ്രഹത്താൽ രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും മക്കളെ ഓർക്കുമ്പോൾ, മാതാപിതാക്കളെ ഓർക്കുമ്പോൾ, കുഞ്ഞുമക്കളെ ഓർക്കുമ്പോൾ ഒക്കെ എന്നും അവരെ വേർപെട്ടു പോകുവാനുള്ള അവസ്ഥകൾ കഴിയാത്തത് കൊണ്ട് തന്നെ ധാരാളം മനപ്രയാസങ്ങളിലൂടെ വന്ന അവസരങ്ങളെ ഒക്കെ തട്ടിയെറിഞ്ഞ് ഇന്നും വേദനയോടുകൂടി ജീവിക്കുന്നവരാണ്. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് ജീവിക്കുന്നവർ. എപ്പോഴും കഷ്ടതകളും കണ്ണുനീരുകളും മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ കൈ നിറയെ ഉണ്ടായിരുന്ന സമയം എല്ലാവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. സഹോദരങ്ങളായാലും ബന്ധുമിത്രാദികളായാലും ഒക്കെ ഇവരെ തള്ളിക്കളഞ്ഞവരും ചതിച്ചവരും മാത്രമേ ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളെന്ന വ്യക്തികളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അത്രത്തോളം ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഇനി വിഷമിക്കേണ്ട. ഈശ്വര സഹായത്താൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചടക്കുവാനായിട്ട് സാധിക്കും. അത്രത്തോളം സൗഭാഗ്യം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഇനിയുള്ള ദിവസങ്ങളൊന്നും രോഗമോ ഭാരമോ പ്രയാസമോ നിന്നയോ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. അത്രത്തോളം അനുഗ്രഹം ഈശ്വര സഹായത്താൽ അനുനിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നതിനും യാതൊരു സംശയവും വേണ്ട. ഭാരങ്ങളെ മറന്ന്, രോഗങ്ങളെ മറന്ന്, ദുഃഖദുരിതങ്ങളെ മറന്ന് ഇനി നിങ്ങൾക്ക് കുറച്ചു മാസത്തിനകം ഒരു രക്ഷപ്പെടൽ സാധ്യമാണ്. അതായത് ഏകദേശം ഫെബ്രുവരി മാസത്തോടുകൂടി നിങ്ങളുടെ കണ്ണുനീരുകൾക്കും പ്രയാസങ്ങൾക്കും കടഭാരങ്ങൾക്കുമൊക്കെ ഒരർത്ഥമുണ്ടാകും. എത്തരത്തിലാണോ നിങ്ങൾ വിഷമിക്കുന്നത്, ഏത് തരത്തിലാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നത്, അത്തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി ജീവിക്കുക. ഒരു വലിയ അത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ ചിത്രമായ 5 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ജീവിതം അത്രത്തോളം അനുഗ്രഹമുള്ളതാകുവാനായിട്ട് പോവുകയാണ്. ഇനി രണ്ടാമത്തെ ചിത്രമായ നമുക്ക് എല്ലാവർക്കും അറിയാം 10 എന്ന സംഖ്യ. 10 എന്ന സംഖ്യ പറയുമ്പോൾ പലരുടെയും ജീവിതത്തിൽ വളരെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന സംഖ്യയിൽ ഒന്നുകൂടിയാണ്. അതായത് വളരെ പ്രതീക്ഷകൾ നൽകുന്ന, പലവർക്കും ഒരു ലക്കി നമ്പറായിട്ടുള്ള ഒരു സംഖ്യ തന്നെയാകാം ഈ 10 എന്ന സംഖ്യ. ഈ 10 എന്ന സംഖ്യയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്.
വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ദൈവിക അനുഗ്രഹവും അതുപോലെ തന്നെ വന്നു പോകുന്ന എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കുറച്ചേറെ മനപ്രയാസങ്ങളാണ്. അതായത് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ചെറിയ അവസ്ഥകളാണ്. എന്താണ് ഇത്രത്തോളം കുടുംബത്തിന് വേണ്ടി ഭാരപ്പെട്ടിട്ടും ഇത്രത്തോളം കഠിനമായി അധ്വാനിച്ചിട്ടും ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നത് എന്ന് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രത്തോളം ശാരീരികമായും മാനസികമായും ഓരോ അവഗണനകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ അവസ്ഥയ്ക്ക് പല വിധങ്ങളിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അപ്രകാരം നല്ലൊരു ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുവാനായിട്ട് പോകുന്നത്. പലരും നിങ്ങളെ കളിയാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം, പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായേക്കാം. എന്നാൽ തീർച്ചയായിട്ടും ആ കളിയാക്കലും കുറ്റപ്പെടലിനുമൊക്കെ ഒരു പര്യവസാനം സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഇനി നിങ്ങൾ ലക്ഷ്യത്തിലെത്തും എന്നതിന് യാതൊരു സംശയവും വേണ്ട. വിശ്വാസത്തോടു കൂടി ജീവിക്കുക. ഓരോ നിമിഷവും നല്ലത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഉപജീവനത്തിലൊക്കെ വളരെയധികം വിഷമിക്കുന്ന വ്യക്തികളാണ്. അതായത് ജോലി സ്ഥലത്ത് നിന്ന് അനുഭവിക്കുന്ന അവഗണനകൾ, മാനസികമായി അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ, ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അകൽച്ചകൾ, ഇതൊക്കെ നിങ്ങളെ ഒരുപാട് തകർക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാതെ പോകുന്ന ചില അനുഭവങ്ങളാണ്. നിങ്ങളെ ആരും മനസ്സിലാക്കാതെ പോകുന്ന ചില കഷ്ടതകളാണ്. പലപ്പോഴും ആർക്കും എതിരെ തിരിയാതിരുന്ന നിങ്ങളെപ്പോലും അവഗണിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നവരൊക്കെ ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ധാരാളം വിഷമങ്ങൾ വരാറുണ്ട്. ചെയ്യാത്ത തെറ്റിന് പലപ്പോഴും നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇത്രത്തോളം അപമാനങ്ങൾ സഹിക്കുന്നതെന്നോ എന്തിനാണ് നിങ്ങളെ ഇത്രത്തോളം മറ്റുള്ളവർ പഴിചാരുന്നതെന്നോ എന്ന് പോലും അറിയാതെ ധാരാളം മനോവിഷമം അനുഭവിക്കുന്നവർ. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിഷമങ്ങൾ മാറും. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വന്തമായിട്ടൊരു കുടുംബം അല്ലെങ്കിൽ ഒരു ഭവനം എന്ന ആശയം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരുന്ന മാസം പകുതിയോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഭവനം, ഒരു വാഹനം, സ്വന്തമെന്ന് പറയാൻ മക്കൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടു കൂടി ഇരിക്കുക. വരുന്ന അടുത്ത മാസം പകുതിയോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല സന്തോഷ വാർത്തകളായിട്ട് കേൾക്കുവാൻ ഇടവരുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ 2 സംഖ്യകൾ, അതായത് 5 എന്ന സംഖ്യയും 10 എന്ന സംഖ്യയും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈ ഒരു ഫലം നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.